എല്ലാവർക്കും നമസ്കാരം. എല്ലാ മാസത്തിലുമുള്ള പോലെ ഈ മാസവും ആദ്യത്തെ ഞായറാഴ്ച ആത്മീയ അന്തർയോഗം നടക്കുന്നതാണ്. കോവിഡ് മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ നമുക്ക് അന്തർയോഗം വാട്സപ്പിലൂടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി കോവിഡ് മാറിയതിന് ശേഷം എത്രയും പെട്ടെന്ന് നമ്മൾ ഇത് അമ്പലത്തിൽ വെച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അന്തർയോഗത്തിൻ്റെ ആദ്യ പരിപാടിയായി രാമകൃഷ്ണ മിഷൻ സേവാശ്രമത്തിൻ്റെ സന്യാസി വര്യന്മാർ വേദപാരായണം ചെയ്യുന്നു. സന്യാസിമാരോടടുത്ത് വേദപാരായണം ചെയ്യാൻ അവരെ ക്ഷണിക്കുന്നു. ഓം ശന്നോ മിത്രശ്വം വരുണഃ ശന്നോ ഭവദ്വർയമാ ശന്ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശന്നോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഓം ഭദ്രം കർണേഭിः ശൃണുയാമദേവാः ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാः സ്ഥിരൈരംഗൈः സ്തുഷ്ടുവാഗുംസस्तनूभिः व्यशेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्ददातु. ओम शांति शांति शांति. हरि ओम. ओम यश्छन्दसां वृषभो विश्वरूपः छन्दोऽप्योऽत्यमृतात् सम्बभूव समेन्द्रो मेधया स्पृणोतु. अमृतस्य देवधारणो भूयासं शरीरं मे विचर्षणं जिह्वा मे मधुमत्तमा कर्णाभ्यां भूरिविश्रुवं ब्रह्मणः कोशोऽसि मेधया पीतः श्रुतं मे गोपाय. ओम शांति शांति शांति. हरि ओम. ओम तच्छंयोरावृणीमहे गातुं यज्ञाय गातुं यज्ञपतये दैवी स्वस्तिरस्तु नः स्वस्तिर्मानुषेभ्यः ऊर्ध्वं जिगातु भेषजं शन्नो अस्तु द्विपदे शञ्चतुष्पदे. ओम शांति शांति शांति. हरि ओम. पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. ओम शांति शांति शांति. हरि ओम. तत्सत्. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. വേദപാരായണം നടത്തിയ സന്യാസി വര്യന്മാർക്ക് നന്ദി പറയുന്നു. അടുത്തതായി കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷനിൽ നിന്നും സംഗീത അധ്യാപികയായി വിരമിച്ച രചന ടീച്ചർ ആലപിക്കുന്ന ഭജന. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
രാമകൃഷ്ണ ഗുരുദേവ പരനേ രാമകൃഷ്ണ ഗുരുദേവ ശ്രീരാമകൃഷ്ണ ഗുരുദേവ പരനേ രാമകൃഷ്ണ ഗുരുദേവ ശ്രീരാമകൃഷ്ണ ഗുരുദേവ നിർമ്മലമൂർത്തേ നിത്യാനന്ദ ശർമ്മതരോപ സമേത ദേവ നിർമ്മലമൂർത്തേ നിത്യാനന്ദ ശർമ്മതരോപ സമേത ദേവ ശ്രീരാമകൃഷ്ണ ഗുരുദേവ പരനേ രാമകൃഷ്ണ ഗുരുദേവ ശ്രീരാമകൃഷ്ണ ഗുരുദേവ സർവമതങ്ങളും ഒന്നായി കണ്ട സർവചരാചര പാലദേവ സർവമതങ്ങളും ഒന്നായി കണ്ട സർവചരാചര പാലദേവ ശ്രീരാമകൃഷ്ണ ഗുരുദേവ പരനേ രാമകൃഷ്ണ ഗുരുദേവ ശ്രീരാമകൃഷ്ണ ഗുരുദേവ താവകഗീതം നാവിലുദിക്കാൻ ഭാവുകമരുളണേ ദേവദേവ താവകഗീതം നാവിലുദിക്കാൻ ഭാവുകമരുളണേ ദേവദേവ ശ്രീരാമകൃഷ്ണ ഗുരുദേവ പരനേ രാമകൃഷ്ണ ഗുരുദേവ ശ്രീരാമകൃഷ്ണ ഗുരുദേവ രാജരാജേശ്വരി ജഗദംബികേ രാജരാജേശ്വരി ജഗദംബികേ ശക്തിസ്വരൂപിണി ശ്രീ ശാരദാംബികേ ശക്തിസ്വരൂപിണി ശ്രീ ശാരദാംബികേ രാജരാജേശ്വരി ജഗദംബികേ മംഗളകരിണി മോക്ഷപ്രദായിനി മംഗളകരിണി മോക്ഷപ്രദായിനി താപഹാരിണി ദേവി ദാക്ഷായണി താപഹാരിണി ദേവി ദാക്ഷായണി രാജരാജേശ്വരി ജഗദംബികേ ത്രിഗുണാതീതേ അംബ ത്രിപുരാംബികേ അംബ ത്രിഗുണാതീതേ അംബ ത്രിപുരാംബികേ അംബ ത്രിപുരസുന്ദരി ശ്രീകണ്ഠേശ്വരി ത്രിപുരസുന്ദരി ശ്രീകണ്ഠേശ്വരി രാജരാജേശ്വരി ജഗദംബികേ രാജരാജേശ്വരി
ജഗദംബികേ ആശ്രിതവത്സലേ മുനിജനസേവിതേ ആശ്രിതവത്സലേ മുനിജനസേവിതേ ദേവാദിവന്ദിതേ ജയ ജഗദംബേ ദേവാദിവന്ദിതേ ജയ ജഗദംബേ രാജരാജേശ്വരി ജഗദംബികേ രാജരാജേശ്വരി ജഗദംബികേ അഖിലാണ്ടേശ്വരയ്യപ്പ മനസിജ മോഹന അയ്യപ്പ അഖിലാണ്ടേശ്വരയ്യപ്പ മനസിജ മോഹന അയ്യപ്പ സ്വാമി മനസിജ മോഹന അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ മോഹിനി സുത മനമോഹന രൂപ അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജ മോഹന അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജ മോഹന അയ്യപ്പ സ്വാമി മനസിജ മോഹന അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ മോഹിനി സുത മനമോഹന രൂപ മോഹിനി സുത മനമോഹന രൂപ മംഗളദായക അയ്യപ്പ സ്വാമി മംഗളദായക അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജ മോഹന അയ്യപ്പ സ്വാമി മനസിജ മോഹന അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ ധർമ്മസ്വരൂപ അയ്യപ്പ ധർമാലയ ശ്രീ അയ്യപ്പ ധർമ്മസ്വരൂപ അയ്യപ്പ ധർമാലയ ശ്രീ അയ്യപ്പ ധർമ്മസംരക്ഷക ഭക്തപരിപാലക ശബരിഗിരീശ അയ്യപ്പ സ്വാമി ശബരിഗിരീശ അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജ മോഹന അയ്യപ്പ സ്വാമി മനസിജ മോഹന അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ ഭൂതേശ പരമേശ സകലേശ ജഗദീശ ഭൂതേശ പരമേശ സകലേശ ജഗദീശ ഭൂതേശ പരമേശ സകലേശ ജഗദീശ കലിയുഗ വരദ അയ്യപ്പ സ്വാമി കലിയുഗ വരദ അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ മനസിജ മോഹന അയ്യപ്പ സ്വാമി മനസിജ മോഹന അയ്യപ്പ അഖിലാണ്ടേശ്വര അയ്യപ്പ ഭജന പാടിയ രചന ടീച്ചർക്ക് നന്ദി പറയുന്നു. അടുത്തതായി തൃശ്ശൂർ
ശാരദാ മഠത്തിലെ സംഗീത അധ്യാപികയായ ജീജ ടീച്ചർ നമുക്ക് വേണ്ടി ഭജന ആലപിക്കുന്നതാണ്. നമി നമി ഗദാധര ജഗദ്ഗുരു രാമകൃഷ്ണ നമി കൽപതരു. നമി നമി ഗദാധര ജഗദ്ഗുരു രാമകൃഷ്ണ നമി കൽപതരു. നമി നമി ശ്രീഷിമാ ശാരദാമണി നാരികുലെ തുമി മാ രത്നമണി. നമി നമി ശ്രീഷിമാ ശാരദാമണി നാരികുലെ തുമി മാ രത്നമണി. നമി നമി സ്വാമിജി വിവേകാനന്ദ നമീഷ്ട ഗോഷ്ഠി പാദാരവിന്ദ. നമി നമി സ്വാമിജി വിവേകാനന്ദ നമീഷ്ട ഗോഷ്ഠി പാദാരവിന്ദ. നമി നമി ഗദാധര ജഗദ്ഗുരു രാമകൃഷ്ണ നമി കൽപതരു. നമി നമി ഗദാധര ജഗദ്ഗുരു രാമകൃഷ്ണ നമി കൽപതരു. നമി നമി ശ്രീഷിമാ ശാരദാമണി നാരികുലെ തുമി മാ രത്നമണി. നമി നമി ശ്രീഷിമാ ശാരദാമണി നാരികുലെ തുമി മാ രത്നമണി. നമി നമി സ്വാമിജി വിവേകാനന്ദ നമീഷ്ട ഗോഷ്ഠി പാദാരവിന്ദ. നമി നമി സ്വാമിജി വിവേകാനന്ദ നമീഷ്ട ഗോഷ്ഠി പാദാരവിന്ദ. നമി നമി ഗദാധര ജഗദ്ഗുരു രാമകൃഷ്ണ നമി കൽപതരു. നമി നമി ഗദാധര ജഗദ്ഗുരു രാമകൃഷ്ണ നമി കൽപതരു. രാമകൃഷ്ണ നമി കൽപതരു. ഭജന പാടിയ ജീജ ടീച്ചർക്ക് നന്ദി പറയുന്നു. അടുത്തതായി കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷനിലെ പൂർണ്ണാനന്ദ സ്വാമികൾ ശാരദാദേവിയുടെ ജീവിതത്തെക്കുറിച്ചും ദേവി നമുക്ക് നൽകിയ സന്ദേശങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നതാണ്. അതിനായി സ്വാമിജിയെ ക്ഷണിക്കുന്നു. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. यथाग्निर्दाहिका शक्ति रामकृष्णे स्थिता हिया सर्वविद्यास्वरूपां तां शारदां प्रणमाम्यहम्. नमस्ते यतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे. Revered Swamijis, I offer my humble pranams to you all. My love and namaskars to dear brother monks and devotees. Today I had been asked to give a small talk on Holy Mother's life. We all know Holy Mother born in West Bengal, place called Jairambati, on Thursday 22nd December 1853. At a very auspicious moment, his father Ramachandra Mukhopadhyaya and mother Shyama Sundari brought up her with a special care. So Mother Sharada Devi was very helpful to their parents in their household duties and taking care of devotees service also. Later on,
Sri Ramakrishna married her. That time she was very small girl. When she grown up, she came to know his husband Sri Ramakrishna is staying in Dakshineshwar. He is a great seeker of God, and as a wife, I should help him. So thinking that, she started to Dakshineshwar to meet her husband Sri Ramakrishna. When she reached Dakshineshwar, Sri Ramakrishna invited her and he asked her, "Do you come to pull down me from the spiritual path?" Like that. Immediately mother replied, "No, why should I do so? I have come here to help you." That was the reply of Holy Mother. Sri Ramakrishna made her to stay opposite to his room. Even today we can see in Dakshineshwar such a small room. In that small room she used to keep her household items and she used to live in that small room only. One cannot believe, we cannot even imagine how she could have lived in that room. Such a small room, but that was the greatness of Holy Mother. And without any exposition of her spiritual sadhana, very quiet life she lived there. Most of the people are devotees who used to come and meet Sri Ramakrishna in the weekends was not aware that there is one person, Sarada Devi, who was the spiritual consort of Sri Ramakrishna, is staying on other side of his room. I mean opposite to his room. She used to take care of Sri Ramakrishna very much, serving him. At the same time, she used to serve. Many people used to come to meet Sri Ramakrishna. But she never failed in her spiritual practices. She used to get up early in the morning and started practicing spiritual sadhanas. After that, as a normal person, she used to carry out his household duties also. Apart from that, Sri Ramakrishna's mother, it means Sarada Devi's mother-in-law, also stayed in Dakshineshwar for some time. In the end of her days, Sarada Devi used to take care very much of her. The moment mother-in-law called her, immediately she used to run. Whatever work it may be, simply she drop out that work, stop that work, and she used to climb over the staircases and go and serve her and come back and continue her duty. So by that we can understand staying in home also one can carry their spiritual sadhana and their household duties also. This Holy Mother or Sarada Devi are the disciples of Sri Ramakrishna Swami Vivekananda. Is a lesson for all of us.
if carefully if we read their life and their teachings, we will come to know how they manage their time also for spiritual sadhana and their regular duties. Holy Mother was not much literated. She was a very remote village girl, but by her own effort she learned to read and write. There was some opposition also. We all know in British period, those days women are not allowed to read or write, and then even they cannot go out to the public places also. But Sharda Devi managed somehow to learn, and mother loved everyone. She is not only mother of a particular person, she is the mother of universe. Even people, those who fall from the ideal, or they they lead a indisciplined life also, they used to come to mother. Shyamakshna could not bear people coming, such people coming to him, because Shyamakshna, it doesn't mean Shyamakshna saw someone down, not like that. Because of his extreme purity, he could not able to meet them or keep contact with them. But Holy Mother was different from Shyamakshna in this aspect. Whoever may be, if they come to her, she takes care of them. Mother herself has told once, if anyone come and calls me mother, I cannot turn them away. I can never see anyone is not related or close to me. The moment they call mother, I feel as I am the real mother of them. Such was the great quality of Holy Mother. At the same time, if anyone commit mistake also, mother lovingly she used to tell them, correct their mistakes also. After Shyamakshna's Mahasamadhi, mother had great responsibility of taking care of this Ramakrishna Sangha and the followers of Sri Ramakrishna. The young disciples of Sri Ramakrishna were used to live in a dilapidated house in Baranagar. Of course, they lived in Kashipur also when Sri Ramakrishna was living in Kashipur's house. These disciples of Sri Ramakrishna were young peoples. They were very much pious and very eager to attain God.
in their very life. They decide in this very birth we have to attain God. So after Sri Ramakrishna's passing away, Holy Mother took care of them. She guided them in each and every step of their actions. Even Swami Vivekananda was the disciple of Sri Ramakrishna, used to take suggestion from Holy Mother in every moment. Before he starting to America, Chicago, he wrote a letter to Holy Mother and seeking her blessings. So, Holy Mother took care of the Sangha, and she helped the many seekers of God. Poor and rich people, everyone used to come to her. She served them wholeheartedly. Along with Holy Mother, there were some devotees, female devotees also stayed with Mother. They also practiced sadhana. Yogin Ma, Golap Ma, Gauri Ma, like that. Holy Mother took great responsibility of her family side and monastic side also. So Sharada Devi was the spiritual consort of Sri Ramakrishna. Sri Ramakrishna taught her many mantras and how to initiate people, how to do spiritual sadhana, everything. Sharada Devi had received a Shakti mantra from a monk named Purnananda in her latter days at Dakshineshwar. The master also wrote a mantra on her tongue. But the Sri Ramakrishna's chosen deity was Kali, but Sharada Devi's chosen deity was Jagadatri. The master had taught Sharada Devi the mantras of all the gods and goddesses. And Sri Ramakrishna himself worshipped her as a Devi. Sri Ramakrishna, after doing many years sadhana, he offered all his result of that sadhana in the feet of Holy Mother Sri Sharada Devi. And he surrendered himself to Sharada Devi. She worshipped Sharada Devi as a Swadasi Devi.
Sarada Devi practiced her sadhana during his household duties also. She used to do sadhana, simultaneously she used to serve people, and she used to take care of Sri Ramakrishna also. When Sarada Devi first came to Dakshineshwar, she was not much familiar with ecstasy, samadhi and such other things. As such, she used to get scared seeing the master's ecstasy and samadhi. Anyhow, she too in course of time attained to these higher states of spiritual awareness, culminating in Nirvikalpa Samadhi. So mother herself told once, I came to the Nagabat. On opening the door, I saw that the mother was heartily laughing. So it was told by Yoginma. She wept. This went on alternately for a while. Tears were rolling down her cheeks in an unceasing stream. She was in that state for some time and then gradually became calm and steady, fully absorbed in samadhi. At one night, someone was playing a flute that brought on her a high spiritual mood. She began to laugh at intervals. Once in the Nilambar Babu's house at Belur, the mother, Golapma and I were seated side by side on the terrace and meditating in the evening. When my meditation ended, I found that the mother was still in the same posture, without the slightest movement, fully absorbed in samadhi. After a long time, when mother began to come down to the ordinary plane of consciousness, she started asking, "Oh Yogin, where are my hands, my feet?" We made her sense her hands and feet by pressing them. Such was the spiritual heights of Sarada Devi. Naren once said, Mother, everything is taking to flight nowadays. I see everything fly away. I said, well, see that you don't put me to flight as well. And Naren said, by mother, if I put you to flight, where shall I stand? Knowledge which sets at naught the lotus feet of the Guru is ignorance. Where can knowledge stand if it denies the sacred feet of the Guru? After knowledge dawns, God and all else vanish into nothing, Mother. Mother, in the end, my mother perverts the whole universe. Everything becomes one. This is the simple truth. There was a conversation between Holy Mother and Narendra. Through japa and austerity, the bondage of karma is cut asunder. However, God cannot be realized unless through love and devotion. The power of the sense organs is subdued by japa and other spiritual austerities. Sarada Devi did not have to prove the veracity of the different religions through the spiritual practice of spiritual disciplines. Through her simple faith, she easily comprehended the already established spiritual truth.
and in the process, she merely enhanced the glory of the different spiritual moods and attitudes. Mother stayed in Jairambati. After some time, she shifted to Kolkata, place where is called now Bagh Bazar or Udbodan. She stayed there for many years and initiated many devotees. They guided them to attain liberation also. Mother used to visit Belur Math sometime and know the things about ashrama activities, and she guided them. So this way mother was lived a pure life as a spiritual sadhaka as well as a life of householder also. She was a avatar of goddess Narayani. She never meet even the disciples of Shyamashna straight away. She used to cover herself and speak from other side through someone. She directly never communicate people. She was a mother of all, as I said earlier. So even once one thief used to come her to meet her, she used to bring something to offer mother. She cannot refuse anything when anyone called her as mother. So mother was living in Kolkata. Then after some time again she shifted her stay to countryside and stayed in Golpara Jagadamba Ashrama for a few months. Then again mother went for some time in Jairambati. Then finally he had been settled in Kolkata itself. So Saradanji Maharaj, the disciple of Shyamashna, used to take care of mother, and he took her for Tirtha Yatra also, Kashi, Prayag and other places. There also mother inspired many of them, and she initiated people. Again came back to Calcutta. Then she finally attained Mahasamadhi. In Belur Math, her relics had been kept and worshipped even today also. So the Belur Math is the place of Holy Mother's parlor, we can say. Shyamashna, Holy Mother, Sarada Devi and other disciples all were lived in the Belur Math in West Bengal. So the spiritual seekers from various parts of country, they come to
take their blessings. So many incidents happen in mother's life. Many of them had received mantras in even dream and all. These are all common to any great souls. But if you want to feel that presence of mother, we have to do some sadhana. If we sincerely pray and do sadhana and seek her blessings, we will receive it. So I pray to the Trinities, Bhagavan Shyamashna, Holy Mother and Swami Vivekananda to bless all of us to attain liberation in this very birth and get out of these sufferings. जय श्री शारदा माई की जय. ശാരദാദേവിയുടെ ജീവിതത്തെയും ദേവി നമുക്ക് നൽകിയ സന്ദേശങ്ങളെയും കുറിച്ച് നമ്മോട് സംസാരിച്ച സ്വാമിജിക്ക് നന്ദി പറയുന്നു. അടുത്തതായി ജീജ ടീച്ചർ ആലപിക്കുന്ന ഒരു ഭജന. നാരായണ നമോ നാരായണ, നാരായണ നമോ നാരായണ. അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമമുത്താണു നാരായണ. ഭക്തിയാം സിന്ധുവിൽ മധ്യേ വിടർന്നൊരു സച്ചിന്മലരാണു നാരായണ. നാരായണ നമോ നാരായണ, നാരായണ നമോ നാരായണ. ഗോകുലമാകവേ ശാന്തമായി തീർത്തൊരു പാവനനാമമീ നാരായണ. പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിയിടും പാടുവാനീ നാമം നാരായണ. നാരായണ ജയ നാരായണ, നാരായണ ജയ നാരായണ. നാമമറിയാതെ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ. കേൾക്കുന്ന മാത്രയിൽ എല്ലാം മറക്കുന്ന ആനന്ദഗീതമീ നാരായണ. നാരായണ നമോ നാരായണ, നാരായണ നമോ നാരായണ. അന്നൊന്ന ജാമിളൻ വൈകുണ്ഠമായി കണ്ട നാലക്ഷരമാണു നാരായണ. പുണ്യമാം നിദ്രയിൽ കണ്ണനെ കാണുന്ന കണ്ണിൻമിഴികളി നാരായണ. നാരായണ നമോ നാരായണ, നാരായണ നമോ നാരായണ. മാധവനൻ ഗുരു കാട്ടുന്ന സംസാര സാഗരോദ്ധാരിണി നാരായണ. ബ്രഹ്മാദിദേവകൾ എന്നും വണങ്ങുന്ന പ്രേമസ്വരൂപമീ നാരായണ. നാരായണ ജയ നാരായണ, നാരായണ ജയ നാരായണ. നാരദർ വീണയിൽ എന്നും മുഴക്കുന്ന പ്രേമസ്വരമാണു നാരായണ.
സത്യമാരുതനാഥൻ്റെ പാദത്തിൽ എത്തുമി തോണിയും നാരായണ. നാരായണ നമോ നാരായണ. നാരായണ നമോ നാരായണ. എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നൊന്നു പാടുമോ നാരായണ. നാരായണ തവ നാമത്തിൽ മുങ്ങിടും ഞങ്ങളെ കാക്കാൻ മറന്നിടല്ലേ. നാരായണ ജയ നാരായണ. നാരായണ ജയ നാരായണ. നാരായണ ജയ നാരായണ. നാരായണ ജയ നാരായണ. ഭജന പാടിയ ജീജ ടീച്ചർക്ക് നന്ദി പറയുന്നു. അടുത്തതായി രജനി ടീച്ചർ ആലപിക്കുന്ന ഒരു ഭജന. രാജരാജേശ്വരി ജഗദംബികേ. രാജരാജേശ്വരി ജഗദംബികേ. ശക്തിസ്വരൂപിണി ശ്രീ ശാരദാംബികേ. ശക്തിസ്വരൂപിണി ശ്രീ ശാരദാംബികേ. രാജരാജേശ്വരി ജഗദംബികേ. മംഗളകരിണി മോക്ഷപ്രദായിനി. മംഗളകരിണി മോക്ഷപ്രദായിനി. താപഹാരിണി ദേവി ദാക്ഷായണി. താപഹാരിണി ദേവി ദാക്ഷായണി. രാജരാജേശ്വരി ജഗദംബികേ. ത്രിഗുണാതീതേയംബ ത്രിപുരാംബികേയംബ. ത്രിഗുണാതീതേയംബ ത്രിപുരാംബികേയംബ. ത്രിപുരസുന്ദരി ശ്രീകണ്ഠേശ്വരി. ത്രിപുരസുന്ദരി ശ്രീകണ്ഠേശ്വരി. രാജരാജേശ്വരി ജഗദംബികേ. ആശ്രിതവത്സലേ മുനിജനസേവിതേ. ആശ്രിതവത്സലേ മുനിജനസേവിതേ. ദേവാദിവന്ദിതേ ജയ ജഗദംബേ. ദേവാദിവന്ദിതേ ജയ ജഗദംബേ. രാജരാജേശ്വരി ജഗദംബികേ. രാജരാജേശ്വരി ജഗദംബികേ. ഭജന പാടിയ രജനി ടീച്ചർക്ക് നന്ദി പറയുന്നു. അടുത്തതായി കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷനിലെ ദിവ്യലീലാനന്ദ സ്വാമികൾ നമുക്കായി ഒരു ഭജന ആലപിക്കുന്നതാണ്. नित्यदृशेषु विचित्य नित्यं तस्मिन् समादत्त हि स्मलीलया. विवेकवैराग्य विशुद्धचित्तं योऽसौ विवेकी तमहं नमामि. विवेकजानन्दं निमग्नचित्तं विवेकदानैकविनोदशीलं. विवेकभासा कमनीयकान्तिं
सततं नमामि। ऋतं च विज्ञानम् आदिश्वयद्यं निरन्तरं चादिमध्यान्तहीनं सुखं स्वरूपं प्रकरोति यस्य आनन्दमूर्तिं तमहं नमामि। सूर्यो यतान्दं हि तामो निहन्ति विष्णुर्यता दुष्टजनाश्चिनति तथैव यस्याखिलनेत्रलोभं रूपं त्रितापं विमुखीकरोति तं देशिकेन्द्रं परमं पवित्रं विश्वस्य पालं मधुरं यतीन्द्रं हिताय नृणां नरमूर्तिमन्तं विवेकानन्दमहं नमामि। नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे। ഭജന പാടിയ സ്വാമിജിക്ക് നന്ദി പറയുന്നു. അടുത്തതായി ജീജ ടീച്ചർ ആലപിക്കുന്ന ഭജന. സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം മാമക മാനസ പങ്കജമലരിതിൽ മാസ്മര സ്മേരത്തിൻ പാലൊളി തൂകിയും മാമക മാനസ പങ്കജമലരിതിൽ മാസ്മര സ്മേരത്തിൻ പാലൊളി തൂകിയും കാണുന്ന നേത്രങ്ങൾ കാനന്ദമേകുന്ന കാരുണ്യമൂർത്തിയാം ശ്രീ ഗുരുവദനം സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം ജന്മജന്മാന്തര പാപങ്ങൾ നീക്കിട്ടു ജന്മസാഫല്യത്തിൻ കാരണമാകുന്ന ജന്മജന്മാന്തര പാപങ്ങൾ നീക്കിട്ടു ജന്മസാഫല്യത്തിൻ കാരണമാകുന്ന ശ്രീപദ പങ്കജ പ്രേമം പകർന്നിടും ശ്രീപദ പങ്കജ പ്രേമം പകർന്നിടും ശ്രീ ഗുരുദേവന്റെ പാവനനാമം സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം ഭക്തി വിവേക വൈരാഗ്യവും ജ്ഞാനവും ശക്തി പ്രണാശവും നൽകി ചിത്തങ്ങളെ ഭക്തി വിവേക വൈരാഗ്യവും ജ്ഞാനവും ശക്തി പ്രണാശവും
നൽകി ചിത്തങ്ങളെ ശ്രേയസിൻ പാതയിൽ ആനയിച്ചിടുന്ന ശ്രേയസിൽ പാതയിൽ ആനയിച്ചിടുന്ന ശ്രീ ഗുരുദേവൻ്റെ പാവന വചനം സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം ജീവകാരുണ്യത്തിൻ മൂർത്തിമദ്ഭാവമായി കാമിനി കാഞ്ചന ത്യാഗവുമേന്തി ജീവകാരുണ്യത്തിൻ മൂർത്തിമദ്ഭാവമായി കാമിനി കാഞ്ചന ത്യാഗവുമേന്തി പാവന ഭൂമിയിൽ മാനുഷനായി വാണ പാവന ഭൂമിയിൽ മാനുഷനായി വാണ ശ്രീ ഗുരുദേവൻ്റെ ജീവിതലീല സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം സ്മരണേ സുഖം ശ്രീ ഗുരുദേവ സ്മരണേ സുഖം. ഭജന പാടിയ ജീജ ടീച്ചർക്ക് നന്ദി പറയുന്നു. അടുത്തതായി കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷനിലെ മഠാധിപതിയായ നരസിംഹാനന്ദ സ്വാമികൾ നമ്മുടെ ജീവിതത്തിൽ സ്വാമി വിവേകാനന്ദൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. സ്വാമിജിയെ ക്ഷണിക്കുന്നു. ഓം ജനനീം സാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രുത്വാ പ്രണമാമി മുഹുർമുഹു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ ഈ ദുരിത സാഹചര്യത്തിൽ നമ്മൾ അന്തർയോഗം വാട്സപ്പിൽ തുടരുന്നു. ഫെബ്രുവരി 4 വിവേകാനന്ദ സ്വാമികളുടെ ജന്മതിഥി ആഘോഷങ്ങൾ ആഗോളമുണ്ടായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ ജനിച്ച ദിവസം ഇംഗ്ലീഷ് കാലണ്ടർ പ്രകാരം ജനുവരി 12 യുവജനദിനം രാജ്യമെങ്ങും ആഘോഷിച്ചു. സ്വാമിജി ജനിച്ച തിഥി പ്രകാരം 159ാമത്തെ ജന്മതിഥി ആഘോഷം ഫെബ്രുവരി 4 ഉണ്ടായിരുന്നു. രാമകൃഷ്ണ മിഷൻ സേവാശ്രമ കോഴിക്കോടിലും ചെറിയ തോതിൽ ആഘോഷമുണ്ടായിരുന്നു. പൂജ, ഹോമം എന്നിവ ഉണ്ടായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ നമ്മുടെ ജീവിതത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ പ്രസക്തി എന്താണ്, നമ്മുടെ ജീവിതത്തിൽ വിവേകാനന്ദ സ്വാമികൾ എങ്ങനെ വരുന്നു എന്നൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വിവേകാനന്ദ സ്വാമികൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവായ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്നു, ഉജ്ജ്വലമായ ഒരു മണ്ഡലത്തിൽ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന സപ്തഋഷിയിൽ ഒരു ഋഷിയായ നരഋഷി ആ ഋഷീനെ ഈ പൃഥ്വിയിലേക്ക്, ഭൂമിയിലേക്ക് ക്ഷണിക്കുന്നു. പരമതത്വമായ ബ്രഹ്മതത്വമായ ഭഗവാൻ വിഷ്ണു ഒരു ശിശുവിൻ്റെ രൂപം ധരിച്ച് ആ സപ്തഋഷിയിൽ ഒരു ഋഷിയായ നരഋഷിയെ ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കുന്നു. താൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ധ്യാന വിഷയം, ധ്യേയ വിഷയം അത് കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട്
അത് കണ്ടിട്ട് ആനന്ദം കൊണ്ട് പുഞ്ചിരിക്കുന്ന ആ സപ്തഋഷിയിൽ ഒരു ഋഷി ശരി ഞാൻ വരാം എന്ന് പറയുന്നു. പിന്നെ ആ ഋഷിയാണ് നരേന്ദ്രനാഥ് ദത്ത എന്ന് ജനിക്കുന്നത്. ഇത് ആദ്യത്തെ സന്ദർശനത്തിൽ തന്നെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനാഥ് ദത്തനോട് പറയുന്നു, നീ നരനാണ്, നരഋഷിയാണ്, നാരായണൻ്റെ അവതാരമാണ് എന്ന്. ആ സപ്തഋഷിയിൽ ഒരു ഋഷിയാണ് ഇവിടെ നമ്മുടെ അടുത്ത് വന്നത്. 40 വർഷത്തിന് കുറച്ച് കുറവായി, 40 വർഷങ്ങൾ പോലും പൂർത്തിയാകാതെ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ സപ്തഋഷി വിവേകാനന്ദ സ്വാമികൾ എന്ന പേരിൽ ചെയ്തു. എത്രയും പെട്ടെന്ന് ചെയ്തു, വളരെ സമയമെടുക്കാതെ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ആ സ്വാമി വിവേകാനന്ദ സ്വാമികൾ യഥാർത്ഥത്തിൽ സപ്തഋഷിയിൽ ഒരു ഋഷി, നരഋഷി. ആ സപ്തഋഷി നമുക്ക് നൽകിയത് എന്താണ് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ നമ്മൾ എന്താണ് പ്രാവർത്തികമാക്കുന്നത് അല്ലെങ്കിൽ ആക്കാൻ ശ്രമിക്കുന്നത്? ഇന്ന് 2020 ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നുള്ളതൊക്കെ തന്നെ നിർബന്ധമായി ഉപയോഗിക്കാൻ ഉള്ള വേദികളായി തീർന്നിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വിവേകാനന്ദ സ്വാമികളുടെ കുറേ വാചകങ്ങൾ ഉദ്ധരിക്കുന്നു. അത് ഉദ്ധരിച്ച് അവർക്ക് പ്രയോജനപ്പെടുന്ന പോലെ ഈ വാചകങ്ങളെ ഉദ്ധരിക്കുന്നു. ഉദ്ധരിച്ച് മറ്റ് ചില ആൾക്കാർ അല്ലെങ്കിൽ വിരോധിയായുള്ള ആൾക്കാർ, എതിർത്തിരിക്കുന്ന ആൾക്കാർ അവർ ഇങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. അത് രാഷ്ട്രീയ പാർട്ടികളുമാവാം, അല്ലെങ്കിൽ വേറെ സമൂഹങ്ങളുമാവാം. അങ്ങനെ പലരും വിവേകാനന്ദ സ്വാമികളുടെ വാചകങ്ങൾ ഉദ്ധരിക്കുന്നു എന്നല്ലാതെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അത് പ്രാവർത്തികം ആക്കുന്നോ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു ചോദ്യം തന്നെയാണ്. വിവേകാനന്ദ സ്വാമികൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിൽ പ്രധാനമായി നമ്മൾ കാണുന്നത് ആത്മവിശ്വാസം എന്നുള്ള കാര്യമാണ്. അത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതിൻ്റെ കാരണം എങ്ങനെയാണോ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദ്യമായി അർജുനന് ഉപദേശം നൽകുന്നു. അത് തുടങ്ങുന്നത് തന്നെ ശകാരത്തിലൂടെയാണ്. ഭഗവാൻ പറയുന്നു, തനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേടി വന്നത്? തനിക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരു പ്രവർത്തനമാണ് താൻ ഇവിടെ ചെയ്യുന്നത്. കാരണം താൻ ഈ ശരീരമോ മനസ്സോ അല്ല, മറിച്ച് ആത്മാവാണ്. അതുകൊണ്ട് താൻ ഈ യുദ്ധത്തിൽ മരിച്ചാലും യഥാർത്ഥത്തിൽ താൻ മരിക്കുന്നില്ല. മാത്രമല്ല തൻ്റെ ശത്രുക്കൾ ഈ യുദ്ധത്തിൽ മരിച്ചാലും യഥാർത്ഥത്തിൽ അവരും മരിക്കുന്നില്ല. എന്തൊക്കെ ജനിച്ചിരിക്കുന്നോ അതിനൊക്കെ മരണം നിർബന്ധമായി ഉണ്ടാവും. അതുകൊണ്ട് അതിനെയൊക്കെ വിചാരിച്ച് ദുഃഖിക്കാതെ എന്താണോ തൻ്റെ സ്വധർമ്മം അത് ചെയ്യണം, അത് അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറയുന്നത്. അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികൾ നമുക്ക് പറയുന്ന കാര്യം, നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിലെ വിശ്വാസമാണ്. ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, പ്രാണനല്ല, മറിച്ച് ആത്മാവാണ് എന്നുള്ള വിശ്വാസം, ദൃഢമായ വിശ്വാസം നമുക്ക് വേണം. ആ ദൃഢവിശ്വാസം ഉണ്ടായിരുന്നാൽ നമുക്ക് ഈ ലോകത്തിൽ
ഏത് തരത്തിലുള്ള പ്രവർത്തനവും ചെയ്യാം. ഇതാണ് വിവേകാനന്ദ സ്വാമികൾ നമുക്ക് പറയുന്നത്. ആരായിരുന്നു വിവേകാനന്ദ സ്വാമികൾ? കടൽ തീരത്തിലെ നടന്നുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞു ഒരു ദിവസം, ഈ വിവേകാനന്ദൻ എന്ത് ചെയ്തു? കടലിലെ മണൽത്തരിയെടുത്ത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഈ വിവേകാനന്ദൻ എന്ത് ചെയ്തു? ഓരോ മണൽത്തറിയിൽ നിന്നും ആയിരക്കണക്കിന് വിവേകാനന്ദങ്ങൾ ജനിക്കും. ഭഗവാൻ ശ്രീ രാമകൃഷ്ണൻ വിചാരിച്ചാൽ എത്രയോ വിവേകാനന്ദനെ സൃഷ്ടിക്കാൻ പറ്റും എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞു. സമാധിയാവുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ ശരീരത്തിനെ തുപ്പിക്കളയും, പക്ഷേ അവിടെ എൻ്റെ ദൗത്യം, എൻ്റെ പ്രവർത്തനം നിൽക്കില്ല. ഓരോ ജീവിയും യഥാർത്ഥത്തിൽ താൻ ആരാണ്, യഥാർത്ഥത്തിൽ ആ ജീവിയുടെ സ്വരൂപം എന്താണ് എന്നറിയുന്നത് വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ദൗത്യം ഓരോ ജീവിയുടെ യഥാർത്ഥ സ്വരൂപം ആ ജീവിനെ തിരിച്ചറിയണം. അതിന് എന്താണോ ചെയ്യേണ്ടത് അതായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ ദൗത്യം. അതാണ് ഇപ്പോഴും വിവേകാനന്ദ സ്വാമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപനിഷത്തുകളിലെ, ശാസ്ത്രങ്ങളിലെ പറഞ്ഞിട്ടുള്ള മഹത്തത്വങ്ങൾ ഓരോ വീട്ടിലേക്കും എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ സ്വപ്നം. ജ്ഞാന യോഗ, അതായത് ജ്ഞാനകാണ്ഡത്തിൽ, വേദങ്ങളിൽ ജ്ഞാനകാണ്ഡത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് എത്രയും കഠിനമായ പ്രയാസമായ കാര്യങ്ങൾ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ ലളിതമായി അവതരിപ്പിക്കണമെന്നും ആ വിഷയങ്ങൾ ഒരു ചെറിയ കൊച്ചിന് പോലും മനസ്സിലാകുന്ന രീതിയിൽ പറയണം എന്നായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ സ്വപ്നം. ആ സ്വപ്നം നടപ്പിലാക്കാൻ, യഥാർത്ഥമാക്കാൻ വിവേകാനന്ദ സ്വാമികൾ 2 സ്ഥാപനങ്ങൾ തുടങ്ങി. രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നുള്ള സ്ഥാപനങ്ങളാണ് അവ. വിവേകാനന്ദ സ്വാമികൾ ഈ സ്ഥാപനങ്ങളിലൂടെ മനുഷ്യൻ്റെ യഥാർത്ഥ സ്വരൂപം ഓരോ വ്യക്തിയും മനസ്സിലാക്കണമെന്നും, മനുഷ്യൻ ദുരിതാവസ്ഥയിലുള്ളപ്പോൾ, കഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്ന് മുക്തനാക്കാനായി പ്രവർത്തിക്കണം എന്നും ആയിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ രാമകൃഷ്ണ മഠം, രാമകൃഷ്ണ മിഷൻ എന്നുള്ള ഈ 2 സ്ഥാപനങ്ങൾക്കും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഉദ്ദേശമാണ് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച, അതായത് തൻ്റെ മോക്ഷത്തിനും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം എന്നായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ വേറൊരു കാര്യവും പറഞ്ഞു. ഒരു വ്യക്തി ജീവിതത്തിൽ സാഫല്യം നേടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ വേറൊരു വ്യക്തി അത് നേടിയില്ല എന്നാൽ 2 വ്യക്തി തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ വ്യത്യാസം മനസ്സിൻ്റെ ഏകാഗ്രതയിലാണ് എന്ന്. അപ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രത ഓരോ വ്യക്തിക്കും നിർബന്ധമായി വേണം എന്നായിരുന്നു വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. ഇന്ന് നമ്മുടെ യുവതലമുറ അവർ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. നമ്മളവർക്ക് പല സ്വപ്നങ്ങളും കൊടുക്കുന്നു. നമ്മളെ കൊണ്ട് ഒരിക്കലും നേടാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ അവർ തലയിൽ ചുമത്തുന്നു. അപ്പോൾ അവർക്ക് പക്ഷേ നമ്മൾ മനസ്സിനെങ്ങനെയാണ് നിയന്ത്രിക്കണത്, മനസ്സിനെങ്ങനെയാണ് പരിശീലനം നൽകേണ്ടത്
എന്നുള്ളതൊന്നും തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന് ആഗോളം നമ്മുടെ രാജ്യത്തിലാണ് ഏറ്റവും അധികം യുവ തലമുറയുടെ സംഖ്യ. ഈ ജനസംഖ്യ നമുക്ക് നല്ലത് ഉണ്ടാക്കണമെങ്കിൽ, ഗുണം വരുത്തണമെങ്കിൽ നമ്മൾ അവർക്ക് മനസ്സിനെ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ പാരമ്പര്യമായുള്ള ഗ്രന്ഥങ്ങളിൽ ഈ മനസ്സിൻ്റെ പരിശീലനത്തിനെക്കുറിച്ച് വളരെ അധികം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഋഷിവര്യന്മാർ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ യുവതലമുറയ്ക്ക് നമ്മൾ എത്തിച്ചേർക്കണം. അതായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ സ്വപ്നം. സഹോദരി നിവേദിത വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് പറയുമ്പോൾ മൈ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നു, എൻ്റെ ഗുരുനാഥൻ, അതായത് വിവേകാനന്ദ സ്വാമികൾ ഒരിക്കലും ആത്മതത്വമല്ലാതെ വേറെ ഒന്നിനെക്കുറിച്ചും ഉപദേശിച്ചിട്ടില്ല എന്നാണ് സഹോദരി നിവേദിത പറയുന്നത്. പക്ഷെ നമ്മൾ കാണുന്നു വിവേകാനന്ദ സ്വാമികൾ സമൂഹത്തിനെക്കുറിച്ചും രാജ്യത്തിനെക്കുറിച്ചും രാഷ്ട്ര നിർമ്മാണത്തിനെക്കുറിച്ചും വിദ്യാഭ്യാസത്തിനെക്കുറിച്ചും ആരോഗ്യത്തിനെക്കുറിച്ചും എന്ന് അങ്ങനെ പല മേഖലകളെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ ഉപദേശം നൽകുന്നുണ്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇതിനൊക്കെ എല്ലാം അടിത്തറയായി വിവേകാനന്ദ സ്വാമികൾ കാണുന്നത് നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മതത്വത്തിനെയാണ്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ആ ആത്മതത്വത്തിനെ നമ്മുടെ ഉപനിഷത്തുകളിലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആ ആത്മതത്വത്തിനെക്കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിക്കണം. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, കട്ടുകഥകളുള്ള പുരാണങ്ങളല്ല നമ്മൾ വായിക്കേണ്ടത്, അതൊക്കെ വെറുതെ കഥകളാണ്. പുരാണാസ് ആർ മിയർലി ഹിസ്റ്റോറിക്കൽ നോവൽസ് എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. അപ്പോൾ അത് ഇതിഹാസപരമായ കഥകളാണ്, ഉപന്യാസങ്ങളാണ്, അതല്ല നമ്മൾ വായിക്കേണ്ടത്. ഗോ ബാക്ക് ടു ദി ഉപനിഷത്സ് എന്നായിരുന്നു സ്വാമിജിയുടെ വെല്ലുവിളി. നമ്മൾ ഉപനിഷത്തുകൾ ഒന്നും കൂടി വായിക്കേണ്ടതാണ്. നോ നാംബി പാംബി ഐഡിയാസ്, മനുഷ്യനെ ദുർബലനാക്കുന്ന ആശയങ്ങളല്ല നമുക്ക് വേണ്ടത്. മറിച്ച് മനുഷ്യന് കരുത്തു നൽകുന്ന, ബലം നൽകുന്ന ആശയങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നും വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, റിജക്ട് എനിത്തിങ് ആസ് പോയ്സൺ ദാറ്റ് വീക്കൻസ് യു സ്പിരിച്വലി, ഇൻ്റലക്ച്വലി ഓർ ഫിസിക്കലി. ശാരീരികമായി അല്ലെങ്കിൽ ബൗദ്ധികമായി അല്ലെങ്കിൽ ആത്മീയമായി ഏത് ആശയം നമ്മളെ ദുർബലനാക്കുന്നോ ആ ആശയത്തിനെ വിഷമെന്ന് കരുതി കളയണം എന്നായിരുന്നു വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് അത്തരം ഒരുപാട് വിഷമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിലും മാധ്യമത്തിലും പത്രത്തിലുമൊക്കെ എല്ലാം കാണാം. ഈ ആശയങ്ങളൊക്കെ നമ്മൾ കളയേണ്ടതാണ്. ഇന്ന് നമ്മുടെ യുവതലമുറയ്ക്ക് ആവശ്യം വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം, അതിനെ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, നമുക്കിന്ന് ആവശ്യം ശ്രദ്ധ ആണ്. ശ്രദ്ധ എന്ന് നമുക്ക് മലയാളത്തിലും അറിയാം. ഇതിൻ്റെ നിർവചനം നമുക്ക് ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ, ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലെ ലഭ്യമാണ്. എന്താണ് അതിൻ്റെ നിർവചനം? ഗുരുവാക്യേഷു ശാസ്ത്രേഷു വിശ്വാസഃ ശ്രദ്ധ എന്നാണ് അത്. ശ്രദ്ധ എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ വാക്യത്തിലും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും വിശ്വാസം എന്നാണ് അർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസം ഇന്ന് നമുക്ക് ആവശ്യമാണ്. ആ വിശ്വാസം എങ്ങനെ നമുക്ക് കിട്ടും? ആ വിശ്വാസം നമുക്ക് നമ്മളിൽ തന്നെ സ്വയം വിശ്വാസം ഉണ്ടായിരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് ആത്മവിശ്വാസം. അതുമാത്രമല്ല, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ള ഈ കാര്യങ്ങളിലും നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ശ്രദ്ധ ഉണ്ടായിരുന്നാൽ മാത്രമേ ഒരു വ്യക്തി എന്തും ചെയ്യാൻ പറ്റൂ ഒരു വ്യക്തിനെ കൊണ്ട് എന്നായിരുന്നു വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്.
അതിന് മാതൃകയായി സ്വാമിജി പറഞ്ഞത് കഠ ഉപനിഷത്തിൽ വരുന്ന നചികേതസിൻ്റെ വ്യക്തിത്വത്തിനെ കുറിച്ചായിരുന്നു. നചികേതസ് എന്ത് കാണുന്നു? സ്വയം അച്ഛൻ, നചികേതസിൻ്റെ അച്ഛൻ ഒരു വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു യജ്ഞം നടത്തുന്നു. അതിൽ ഏറ്റവും മികച്ച കാര്യങ്ങളാണ് ദാനമായി കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ നചികേതസ് എന്ത് കാണുന്നു? അച്ഛൻ ഒന്നിനും കൊള്ളാത്ത പശുക്കളെയും, കറവ് നിർത്തിയിരിക്കുന്ന പശുക്കളെയും, മരിക്കാനിരിക്കുന്ന പശുക്കളെയും ഒക്കെയാണ് ദാനമായി കൊടുക്കുന്നതെന്ന്. അപ്പോൾ നചികേതസിന് അത് ശരിയല്ല എന്നുള്ളത് ബോധ്യപ്പെട്ട് നചികേതസ് അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ ഒരുങ്ങുന്നു. കാരണം ഞാൻ അച്ഛൻ്റെ ഏറ്റവും മികച്ച സ്വത്താണല്ലോ, അപ്പോൾ എന്നെ അച്ഛൻ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒരു പ്രാവശ്യം ചോദിക്കുന്നു, 2 പ്രാവശ്യം ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. 3ാമത്തെ പ്രാവശ്യം അച്ഛൻ മടുത്തുകൊണ്ട് നിന്നെ ഞാൻ യമന് കൊടുത്തു എന്ന് പറയുന്നു, നചികേതസിനെ ഒഴിവാക്കാനായിട്ട്. പക്ഷെ നചികേതസ് അത് കേട്ടുകൊണ്ട് തന്നെ അച്ഛൻ്റെ വാക്കുകൾ തെറ്റാകാൻ പാടില്ല, അച്ഛൻ്റെ വാക്കുകൾ നുണയാകാൻ പാടില്ല എന്ന് പറഞ്ഞ് നചികേതസ് ശരീരത്തോട് തന്നെ യമനെ കാണാൻ പോകുന്നു. അങ്ങനെയുള്ള നചികേതസ് ആദ്യം അച്ഛൻ തെറ്റായ രീതിയിലാണ് ദാനം നൽകുന്നത് എന്ന് കണ്ടപ്പോൾ ആ നചികേതസിന് ശ്രദ്ധ വരുന്നു. ഉപനിഷത്തിൻ്റെ മന്ത്രം ശ്രദ്ധ ആ വിവേശ, അതായത് നചികേതസ് മുഴുവനും ശ്രദ്ധയിൽ മുങ്ങിപ്പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ശ്രദ്ധ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റുള്ളൂ എന്നുള്ളത് വിവേകാനന്ദ സ്വാമികൾ വീണ്ടും വീണ്ടും പറഞ്ഞു. എന്നാൽ നമ്മുടെ സമൂഹ ജീവിതത്തിനെ, കുടുംബജീവിതത്തിനെ ഇന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എവിടെയാണുള്ളത് ആ ശ്രദ്ധ? അമ്മയ്ക്ക് കൊച്ചുങ്ങളോട്, സ്വയം തൻ്റെ സന്തതികളോട് ശ്രദ്ധയുണ്ടോ? അല്ലെങ്കിൽ കുട്ടികൾക്ക് അമ്മയും അച്ഛനോടും ശ്രദ്ധയുണ്ടോ? വിശ്വാസമുണ്ടോ? അവർ തമ്മിൽ തന്നെ ഒരു കൊച്ചിന് വേറെ കുട്ടിയോട് വിശ്വാസമുണ്ടോ? അല്ലെങ്കിൽ അധ്യാപകരോട് വിദ്യാർത്ഥികൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം സ്വയം മനസ്സിലാക്കാൻ പറ്റും. ഈ വിശ്വാസക്കുറവ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ദുരിതാവസ്ഥയിൽ ഉള്ളത്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ചരിത്രം അറിയുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ആ രാജ്യം എങ്ങനെയായിരുന്നു, പൂർവ്വകാലത്തിൽ ആ രാജ്യം നന്നായിരുന്നു എന്നൊക്കെ വിചാരിച്ച് നല്ല രീതിയിൽ അതിനെ സ്മരിച്ച് ഇരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതുമാത്രം പോരാ. ഏതൊരു രാജ്യവും നന്നാകണമെങ്കിൽ, ഉയരണമെങ്കിൽ ആ രാജ്യം ഇനി ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിചാരിക്കണം. ഇപ്പോൾ തൽക്കാലം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വിചാരിക്കണം. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, കടന്ന കാലത്തിൽ ഈ ഭാരതം നല്ല ഉയർന്ന രാജ്യമായിരുന്നു. പക്ഷേ ഇനി ഭാവിയിൽ അത് അതിനേക്കാളും എത്രയോ അധികം ഉയർന്നു പോകും. അതിന് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ രാജ്യത്തിനെക്കുറിച്ച് ഒരു ചീത്ത വാക്കും നമ്മുടെ വായിന്ന്, നമ്മുടെ നാവിന്ന് പുറത്തു വരാൻ പാടില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. വിവേകാനന്ദ സ്വാമികൾ ആത്മതത്വത്തിനെക്കുറിച്ച് പറഞ്ഞ മഹത് ആശയങ്ങൾ ഇംഗ്ലീഷിൽ ഇൻസ്പയർഡ് ടോക്സ് എന്നുള്ള പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടും. സ്വാമിജി പടിഞ്ഞാറ് രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വന്നു 1897. അപ്പോൾ ശ്രീലങ്കയിലുള്ള കൊളംബോ എന്നുള്ള നഗരത്തിൽ നിന്ന് തുടങ്ങി അൽമോറ, ഇന്ന് ഉത്തരാഖണ്ഡിലുള്ള അൽമോറ എന്നുള്ള നഗരം വരെ പ്രഭാഷണങ്ങൾ നടത്തി. ആ പ്രഭാഷണങ്ങളുടെ സമാഹാരം കൊളംബോ മുതൽ അൽമോറ വരെ എന്നുള്ള ഗ്രന്ഥത്തിൽ നമുക്ക് ലഭ്യമാണ്. ഈ ഗ്രന്ഥം ഇംഗ്ലീഷിൽ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം ഓരോ യുവതലമുറയുള്ള ഓരോ വ്യക്തിയും വായിക്കേണ്ട ഗ്രന്ഥമാണ്. നമ്മുടെ രാജ്യത്തിന്
സ്വാമിജി നൽകിയ ഉപദേശമാണ് ഈ പ്രഭാഷണങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ ഉപദേശത്തിൽ സ്വാമിജി പറഞ്ഞ ഒരു വലിയ കാര്യം, പ്രധാന കാര്യം, ഗോമുഖിൽ തുടങ്ങി ഗംഗാസാഗർ എന്ന് ഉള്ള സ്ഥലത്തിൽ അവസാനിക്കുന്ന ഗംഗയുടെ പ്രവാഹം, അതിനെ നമുക്ക് മാറ്റാൻ കഴിയുമെങ്കിലും, അങ്ങനെ മാറ്റാൻ കഴിഞ്ഞാലും ഒരിക്കലും ഭാരതത്തിൻ്റെ നട്ടെല്ല്, ഭാരതത്തിൻ്റെ പ്രാണവായു ആത്മീയതയാണ് എന്നുള്ളത് മാറ്റാൻ കഴിയില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ഓരോ രാജ്യത്തിനും ഓരോ പ്രാണവായു ഉണ്ടാവും. ചില രാജ്യത്തിന് അത് രാഷ്ട്രീയമാണ്, ചില രാജ്യത്തിന് അത് സംസ്കാരമാണ്. പക്ഷേ ഭാരതദേശത്തിന് അത് ആത്മീയതയാണ്, ആധ്യാത്മികതയാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. 1995 അന്ന് സാങ്കേതിക വിദ്യ ഇത്ര വളർച്ച അതിനുണ്ടായിരുന്നില്ല, ഇത്ര വളർന്നിരുന്നില്ല. ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല, വാട്സപ്പ് ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു ചെറിയ തെരുവിൽ ഒരു ഗണപതിയുടെ പ്രതിമ പാല് കുടിക്കാൻ തുടങ്ങി. 2 മണിക്കൂർ കൊണ്ട് ആഗോളം ഉണ്ടായിരുന്ന എല്ലാ ഗണപതി പ്രതിമകളും പാല് കുടിക്കാൻ തുടങ്ങി. അത് ആത്മീയ കാര്യമല്ല എന്നും ശാസ്ത്രപരമായ ഒരു കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞ കാര്യമാണ് എന്നും ഭാരത സർക്കാർ ദൂരദർശനിലൂടെ പൊതുജനങ്ങൾക്ക് ഉപദേശം നൽകി. എന്നാലും ഗണേശ പ്രതിമകൾ ആഗോളം 3 ദിവസം പാല് കുടിച്ചു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഏതൊക്കെ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളാണോ ആ കാര്യങ്ങൾ, അത് ഏത് മതത്തിൻ്റെ ആയിരുന്നാലും ശരി, ഈ രാജ്യത്തിൽ അതിന് വളരെ വളരെ അധികം പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി സ്വാമിജി പറയുന്നു, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ രാജ്യത്തിലെ ഏതൊരു മാറ്റം വരുത്തണമെങ്കിലും അത് ആധ്യാത്മികതയുടെ, ആത്മീയ ജീവിതത്തിലൂടെ ആയിരിക്കണം എന്ന്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നല്ല രീതിയിൽ നമ്മുടെ യുവതലമുറയ്ക്ക് ഈ ആശയങ്ങൾ നൽകണം. അങ്ങനെ നമ്മൾ നൽകിയില്ലെങ്കിൽ രാഷ്ട്രീയ തത്വങ്ങളും വേറെ വിദേശ തത്വങ്ങളും നമ്മുടെ യുവതലമുറയെ വഴി തെറ്റിപ്പിക്കും. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സ്വാമിജി പറഞ്ഞു, ഭാരതദേശത്തിൻ്റെ ലക്ഷ്യം സേവനവും ത്യാഗവുമാണ്. ആ വഴിയിൽ ദേശത്തിനെ നയിക്കൂ, അപ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ തന്നെ നന്നാകും എന്ന്. ഇന്ന് നമ്മൾ എന്താണ് കാണുന്നത്? അച്ഛനും അമ്മയും അവരുടെ സന്താനങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇന്ന പരീക്ഷയിൽ ജയിക്കണം, ഇന്ന ക്ലാസ്സിൽ ഒന്നാമനാവണം, മറ്റുള്ള സഹപാഠികളെ ഒന്നും സഹായിക്കരുത് എന്നൊക്കെയാണ് ഇന്നത്തെ അച്ഛനമ്മമാർ അവരുടെ പിള്ളേർക്ക്, കൊച്ചുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തീരെ വ്യക്തിപരമായ ഉയർച്ച, വ്യക്തിപരമായ നന്മ അതുമാത്രം കാണുന്നതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം. വിവേകാനന്ദ സ്വാമികൾ വീണ്ടും വീണ്ടും പറഞ്ഞു, ത്യാഗവും സേവനവുമാണ് നമുക്ക് ആവശ്യം. അതിൻ്റെ മാതൃകയായി തന്നെ വിവേകാനന്ദ സ്വാമികൾ 1999 പ്ലേഗിൻ്റെ പ്ലേഗിന് വേണ്ടി ആതുര സേവനം നടത്തിയപ്പോൾ അതിന് ഒരു മാനിഫെസ്റ്റോ എന്ന് ഒരു അപ്പീൽ എഴുതി. ആ അപ്പീലിൽ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ എനിക്കും ദുഃഖമുണ്ട്, നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ എനിക്കും സന്തോഷമാണ്. അപ്പോൾ ഇത് നമ്മൾ സംസ്കൃതത്തിൽ വരുന്ന സഹാനുഭൂതി എന്നുള്ള വാക്കിൽ നമുക്ക് ഈ ഭാവം കാണാൻ പറ്റും. സഹ അനുഭൂതി എന്ന് വെച്ചാൽ ഒരുമിച്ച് അനുഭവിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കോവിഡ്-19 എന്നുള്ള ദുരിതം വരുമ്പോഴൊക്കെ
നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് സഹായമായി ജീവിക്കണം. മറ്റുള്ള ആൾക്കാരോടൊപ്പം അവർ അനുഭവിക്കുന്ന ദുഃഖത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ മനസ്സിൽ അനുഭവിച്ചുകൊണ്ട് തന്നെ അവർക്ക് സഹായിക്കണം. ശ്രദ്ധ, മനസ്സിൻ്റെ ഏകാഗ്രത, സേവനം, ത്യാഗം, ഈ 4 വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികം ആക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിവേകാനന്ദ സ്വാമികൾക്ക് നമ്മൾ സ്വാഗതം നൽകുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ചെറിയ തോതിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ആശയം പ്രാവർത്തികം ആക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വിരമിക്കുന്നു. നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. വിവേകാനന്ദ സ്വാമിജിയെക്കുറിച്ച് നമ്മോട് സംസാരിച്ച സ്വാമി നരസിംഹാനന്ദജിക്ക് നന്ദി പറയുന്നു. അടുത്തതായി ജീജ ടീച്ചർ ആലപിക്കുന്ന ഭജന. ശാന്തി തന്മണിദീപമേ ശാശ്വത പ്രേമപുഞ്ചമേ ചാരുചരിതേ ശാരദേ തവ ശരണം ശരണം അംബികേ. ശാന്തി തന്മണിദീപമേ ശാശ്വത പ്രേമപുഞ്ചമേ ചാരുചരിതേ ശാരദേ തവ ശരണം ശരണം അംബികേ. ശാന്തി തന്മണിദീപമേ സർവവിദ്യവിശാരദേ സർവസിദ്ധിവരപ്രദേ. സർവവിദ്യവിശാരദേ സർവസിദ്ധിവരപ്രദേ. സർവദേവ ദേവീ സ്വരൂപിണി ശാരദേശ്വരി പാഹി മാം. സർവദേവ ദേവീ സ്വരൂപിണി ശാരദേശ്വരി പാഹി മാം. ശാന്തി തന്മണിദീപമേ ശാശ്വത പ്രേമപുഞ്ചമേ ചാരുചരിതേ ശാരദേ തവ ശരണം ശരണം അംബികേ. ശാന്തി തന്മണിദീപമേ മാതൃപ്രേമസുധാമയീ മധുരഭാഷിണി ചിന്മയീ. മാതൃപ്രേമസുധാമയീ മധുരഭാഷിണി ചിന്മയീ. മാമക ഹൃദ്വാസിനി മാതൃദേവി പാഹി മാം. മാമക ഹൃദ്വാസിനി മാതൃദേവി പാഹി മാം. ശാന്തി തന്മണിദീപമേ ശാശ്വത പ്രേമപുഞ്ചമേ ചാരുചരിതേ ശാരദേ തവ ശരണം ശരണം അംബികേ. ശാന്തി തന്മണിദീപമേ. ഇതോടുകൂടി നമ്മളുടെ വാട്സപ്പിലൂടെയുള്ള ആത്മീയ അന്തർയോഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. നമുക്ക് വേണ്ടി സംസാരിച്ച എല്ലാ സ്വാമിജിമാർക്കും, ഭജന പാടിയ ജീജ ടീച്ചർക്കും രജനി ടീച്ചർക്കും ദിവ്യ ലീലാനന്ദ സ്വാമിജിക്കും നന്ദി പറയുന്നു.